നമസ്കാരം. ശബ്ദം കടലുണ്ടയുടെ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഷെയർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തിരുമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് രാജിനെക്കുറിച്ചും ബ്ലോക്ക് പഞ്ചായത്തിനെക്കുറിച്ചും മുനിസിപ്പാലിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ തിരഞ്ഞെടുപ്പിനെ നമുക്ക് സമീപിക്കേണ്ടത്. ഗ്രാമസ്വരാജ് എന്നുള്ള ഒരു സങ്കല്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ മഹാത്മജിയുടെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് കൃത്യമായും അടയാളപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടിക്കൊള്ളുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് സിറ്റികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്മാർട്ട് സിറ്റികളെക്കാളുള്ള പ്രാധാന്യം സ്മാർട്ട് ഗ്രാമങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഗാന്ധിജി എന്തായിരുന്നു ഗ്രാമങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, ഏത് രീതിയിൽ പ്രവർത്തിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചില ചിന്തകൾ നമുക്കിപ്പോൾ പങ്കുവെക്കുന്നത് നന്നാകും. ഒരു രാഷ്ട്രം വളരുന്നത് അവിടുത്തെ ഗ്രാമീണരുടേതായിട്ടുള്ള അധ്വാനത്തിൻ്റെയും അവരുടെ പരിശ്രമത്തിൻ്റെയും ഒക്കെ ബലമായിട്ടാണ്. ഗ്രാമം തളർന്നാൽ ഇന്ത്യ തകരും എന്ന ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിക്കുണ്ടായിരുന്നു. കർഷകരെ കേൾക്കുവാൻ, ഗ്രാമീണരായിട്ടുള്ള ആളുകളെ കേൾക്കുവാൻ നമുക്കൊക്കെ ഇന്ന് വിമുഖതയാണ്. ഈ വിമുഖത വാസ്തവത്തിൽ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിൻ്റെ സ്വയം പര്യാപ്തത ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു അടിസ്ഥാന തത്വം. അത് ജനങ്ങളുടെ ഒരുമയുടെയും ജനങ്ങളുടെ ഐക്യബോധത്തിൻ്റെയും ഒരു കേന്ദ്രമാകണം. ഒരു ഗ്രാമത്തിൽ ആവശ്യമായിട്ടുള്ള കൃഷി, വ്യവസായം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി സാധിക്കും. അവിടെ ആരോഗ്യ പരിപാലനത്തിനാവശ്യമായിട്ടുള്ള, മൃഗങ്ങളുടേതായിട്ടുള്ള സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള, കാലാവസ്ഥ നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആവശ്യമാണ്. ആ ഗ്രാമത്തിൻ്റെ എല്ലാ വിധത്തിലും ഉള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനും നിർവഹിക്കുവാനും അവിടുത്തെ ജനങ്ങളുടെ ശക്തിയും അവിടുത്തെ ജനങ്ങളുടെ ഊർജവും സംഭരിക്കണം. എല്ലാം വാരിക്കൂട്ടുന്ന കുറേ ആളുകൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ആസക്തി പെരുകും. നമ്മളിന്ന് ഉപഭോഗത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, ഉൽപ്പാദനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉൽപ്പാദനമില്ലാത്തിടത്ത് ഉപയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപഭോഗം എങ്ങനെയാണ് സാധ്യമാവുക എന്നുള്ളത് ചിന്തിക്കുവാൻ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യോജന ആയോഗിൻ്റെയൊക്കെ കാര്യങ്ങളിൽ വലിയ ചിന്തയുടെ ഒരു വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഗ്രാമത്തിലുള്ള വിദ്യാലയങ്ങളെ നന്നാക്കാതെ നമ്മൾ വലിയ ഈ ടൈൽസ് ഇട്ട സ്കൂളുകളെയാണ് സ്മാർട്ട് സ്കൂൾ എന്നൊക്കെ പറയുന്നത്, സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ. ഗ്രാമത്തിലെ വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ, അവരുടെ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ ഗ്രാമത്തിൽ തന്നെ നിൽക്കും. ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മൾ കോഴിയെ കൂട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ സ്കൂൾ ബസ്സുകളിൽ കോഴികളെ കൊണ്ടുപോകുന്ന ആ ഒരു സംവിധാനമാണ് ഇന്ന് നമ്മളെ പല സ്കൂളുകളുടെയും കാണുന്നത്. ഗ്രാമ സംവിധാനം എന്ന് പറയുന്നത് അവിടുത്തെ നീതിന്യായത്തിലും അവിടുത്തെ വിദ്യാഭ്യാസത്തിലും അവിടുത്തെ ആരോഗ്യക്ഷേമത്തിനും അവിടുത്തെ ജലവിതരണത്തിൻ്റെയും മറ്റെല്ലാ രീതികളിലും ഗ്രാമത്തിന് സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ നാഡിമിടിപ്പായ അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയമായിട്ടുള്ള
നഗരത്തിന് സുഖവും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ആവശ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകണം, അവിടെ ആവശ്യമായിട്ടുള്ള ആശുപത്രികൾ ഉണ്ടാകണം, വിദ്യാലയങ്ങൾ ഉണ്ടാകണം. അവിടുത്തെ ഉണ്ടാകാവുന്ന കൊച്ചു കൊച്ചു കലഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ളതാണ് പഞ്ചായത്ത്. രാഷ്ട്രീയത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക് കയറിയിരിക്കുവാനുള്ള സ്ഥലമാണ് പഞ്ചായത്ത് എന്നുള്ള അവസ്ഥയിൽ വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മളുടെ ആ ഒരു ഗ്രാമത്തിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭരണത്തെ മൂക്ക് കയറിടുവാൻ അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഒരിക്കലും തന്നെ അനുരൂപമല്ല. അശോക് മെഹ്ത്ത കമ്മിറ്റി ഇതിനായിട്ട് നിയോഗിക്കപ്പെട്ടൊരു കമ്മിറ്റിയായിരുന്നു. ലോക്പാൽ ബില്ലിനെക്കുറിച്ചൊക്കെ അന്നാ ഹസാരെയൊക്കെ സമരം ചെയ്യുമ്പോൾ ഈ ഗ്രാമത്തിലെ കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഗ്രാമീണരായിട്ടുള്ള ആളുകളുടെ മാനസികമായിട്ടുള്ള വളർച്ചയിലൂടെയാണ് കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി സാധിക്കുക. അഴിമതി പെരുകി വരുമ്പോൾ ഈ പണമൊക്കെ എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത എല്ലാ വികസനവും വിനാശത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള നയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഗാന്ധിജിക്ക് ശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുന്ദർലാൽ ബഹുഗുണയും മേധാ പട്കറും അന്നാ ഹസാരെയും മാധവ് ഗാഡ്ഗിലും ഒക്കെ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഗാന്ധിജി ഇന്ന് അവരിലൂടെയൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ അധികാരത്തിൻ്റെ സമുന്നത സോപാനങ്ങളിലിരിക്കുന്ന ആളുകളിലൂടെ അല്ല ഇന്ന് ഗാന്ധിജിയുടെ സ്വരവും ഗാന്ധിജിയുടെ സന്ദേശവും മുഖരിതമാകുന്നത്. അതുകൊണ്ട് നമുക്ക് ജനഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ആവശ്യമാണ്. പോരുകോഴികളെപ്പോലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിൽക്കുന്ന ആളുകളെ നമുക്ക് അവരെ കൊണ്ട് ഗ്രാമത്തെ എന്ത് പുനരുദ്ധരിപ്പിക്കുവാൻ സാധിക്കും എന്നറിയില്ല. ഞാൻ ചില ബോർഡുകളൊക്കെ പല സ്ഥലത്തൊക്കെ കാണുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഒരു റോഡ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന്. ഗാന്ധിജിയുടെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റേതായ അതിൻ്റെയൊക്കെ 100 വർഷം തികയുന്ന സമയത്തിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എവിടെയാണോ ഭരണാധിപന്മാർ നമ്മുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാതിരിക്കുന്നത് അവിടെ നിസ്സഹകരണം എന്നുള്ള ഒരു നയം ആണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് വേണം നമ്മളുടെ വീടുകളും നമ്മുടെ ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. അവിടുത്തെ ആളുകളുടെ ഊർജം ഉപയോഗിക്കണം. നമുക്ക് ഇന്ന് എവിടെ നിന്നോ വന്ന തൊഴിലാളികൾ, എവിടെ നിന്നോ ഒക്കെ എത്തുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, ഇതൊക്കെ താമസിക്കാൻ ആളും തരവും ഇല്ലാത്ത രീതിയിലുള്ള കുറേ പ്രാസാദങ്ങൾ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ഗ്രാമത്തിൻ്റെ ഉൾത്തുടിപ്പ് അറിയുന്ന ഒരു ക്രാന്തദർശിയായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ട് ഗ്രാമത്തിന് ഐശ്വര്യമുണ്ടാകണം. ഗ്രാമശ്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാ വാക്കിൻ്റെ കൂടെയും ശ്രീ എന്ന് ചേർക്കുന്നുണ്ട്. ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം എന്നാണ്. കുപ്പ വാരാൻ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ പേരിലേക്ക് ശ്രീ എന്ന് ചാർത്തി കൊടുത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് ശ്രീ എന്നുള്ള വാക്കിൻ്റെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ്. നമുക്ക് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റേതായിട്ടുള്ള തലത്തിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കണം. ഉണർന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നവരെ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ സർവ്വതോമുഖമായ അതിൻ്റെ വിദ്യാഭ്യാസം പെടും, ആരോഗ്യം പെടും, വ്യവസായം വരും, കൃഷി വരും, ഇതൊക്കെ അതിലുണ്ടാകണം. ഇതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് മണ്ണിട്ട് നിരത്തിയ പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയ കെട്ടിടം 10 ദിവസം കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തുകയാണ്. എത്രയെത്ര മാന്യന്മാരാണ് ഈ അഴിമതിയുടെയും മറ്റ് അനേകം തരത്തിലുള്ള ക്രമക്കേടുകളുടെയും ഭാഗമായിട്ട് കോടതി കയറി ഇറങ്ങുന്നതെന്ന് കാണുമ്പോൾ വല്ലാത്ത മനസ്സിന് വലിയ അങ്കലാപ്പുണ്ടാക്കുന്നൊരു കാര്യമാണ്. ആശങ്കകൾ പെരുകുന്ന ഒരു കാലമാണിത്. എന്നിട്ടും ചില ആളുകൾ വലിയ ഇതിൽ ചാരുകസേലയിരുന്ന് തത്വശാസ്ത്രം പറയുന്ന ആളുകളെയാണ് നമ്മൾ ബുദ്ധിജീവികളെന്നൊക്കെ പറഞ്ഞു കൂട്ടുന്നത്. അവരുടെ സമീപനമല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സമീപനങ്ങൾ. മതമൈത്രി ഗ്രാമത്തിന് ആവശ്യമാണ്. ആരോഗ്യ പരിപാലനം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ജനങ്ങളുടെ ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള, അതത് പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള സംവാദങ്ങൾ. ഇത് നമ്മുടെ പോരുകോഴികളെ പോലെ നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും പഞ്ചായത്തിൽ വന്നിട്ടൊക്കെ നിൽക്കുന്നത്. അതൊരു കാര്യം പഞ്ചായത്താവുക എന്നൊക്കെ പഴയ പഴമക്കാർ പറയാറുണ്ട്. പഞ്ചായത്താവുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നർത്ഥം. അതായത് പഞ്ചായത്തിൽ സർപഞ്ച് എന്നൊക്കെ പറയുന്ന പല സംവിധാനങ്ങളുണ്ടായിരുന്നു. ഗ്രീസിൽ ജനാധിപത്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഗണം, സമിതി, സഭ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ പഴയ കാലത്ത്
ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പഞ്ചായത്തുകളെ കാണുവാൻ വേണ്ടി സാധിക്കണം. ജനാധിപത്യം പാർട്ടി ആധിപത്യമാവുകയും പാർട്ടി ആധിപത്യത്തിൽ രാക്ഷസീയത കടന്നു വരികയും മാനവീയത ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന, കണ്ണീര് കുടിപ്പിക്കുന്ന ആളുകൾ പെരുകി വരികയും കണ്ണീര് ഒപ്പുന്നവർ ഇല്ലാതാവുകയും ചെയ്യുകയാണ്. ഓരോ ഫയലും കാണുമ്പോൾ അതിൽ ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ആണ് അതിൽ തുടിച്ചു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാവുന്ന ആളുകളെ ആണ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്. കൊടിയുടെ അടയാളവും പിന്നെ പാർട്ടിയുടെ പേരും ഒക്കെ നോക്കിക്കൊണ്ട് മാത്രം ഒരു സ്ഥലത്ത് ജനാധിപത്യം പുലരുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കണം. അശോക് മേത്ത കമ്മീഷൻ റിപ്പോർട്ട് വളരെ അധികം പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പറയും. ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നോക്കുമ്പോൾ അത് മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച ഒരു സാധനം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുപോലെയാണ് ഇന്ന് നമുക്ക് പഞ്ചായത്ത് രാജിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ മേൽ കുതിര കയറുവാൻ, പഞ്ചായത്തിൻ്റെ മേൽ കുതിര കയറുവാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഉള്ള അവകാശം പോലും അന്യായമാണ് എന്ന് ഗാന്ധിജി ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലുള്ള ആപത്തുകളുടേതായിട്ടുള്ള ആവർത്തനമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനൊക്കെ അറുതി വരാൻ സാധിക്കുമാറാകട്ടെ. ഈ ശബ്ദത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.